ഇത് നമ്മുടെ കയ്യിലുള്ള ചെറിയ 2 ആൽബിനോ ജയന്റ് ഗൗരാമികളാണ്. ഈ കാണുന്ന ആദ്യത്തെ 2 ബക്കറ്റിലാണ് നമ്മൾ അവരെ ഇട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ ജസ്റ്റ് അവർക്ക് കുറച്ച് പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്തുള്ള 3 ബക്കറ്റിൽ കിടക്കുന്നത് ബ്ലാക്ക് ജയന്റ് ഗൗരാമികളാണ്. അത് കുറച്ച് സൈസ് ഉള്ളതാണ്. ഏകദേശം ഒരു 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെ സൈസ് വരുന്ന ബ്ലാക്ക് ജയന്റ് ഗൗരാമികളാണ് അപ്പുറത്തെ 3 ബക്കറ്റുകളിലായിട്ട് കിടക്കുന്നത്. ആദ്യത്തെ ഈ 2 ബക്കറ്റിലാണ് ചെറിയ ആൽബിനോ ജയന്റ് ഗൗരാമികൾ കിടക്കുന്നത്. ഇവർ ചെറിയ സൈസ് ആയിരുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരുന്നത് നമ്മുടെ ബീറ്റ ഫിഷിന് കൊടുക്കുന്ന ആ ഒരു ചെറിയ സൈസ് പെല്ലറ്റാണ്. ഇപ്പോൾ അവർ കുറച്ച് വലുതായതുകൊണ്ട് നമ്മൾ പെല്ലറ്റിൻ്റെ സൈസ് മാറ്റി കുറച്ചും കൂടി വലിയ സൈസ് പെല്ലറ്റാണ് ഇപ്പോൾ ഫീഡ് ചെയ്യുന്നത്. ഇവർക്ക് ഇപ്പോൾ നമ്മൾ ഇലകളും കാര്യങ്ങളൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും പെല്ലറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് സൈസ് ആകുമ്പോഴാണ് നമ്മൾ ഇലവർഗ്ഗങ്ങളൊക്കെ കൂടുതലും കൊടുത്തു തുടങ്ങാറുള്ളത്. കാരണം ഇവർക്ക് കഴിക്കാനായിട്ട് ഇവിടെ വായ ചെറുതായതുകൊണ്ട് കടിച്ച് കീറാനൊക്കെ എളുപ്പമുള്ള എന്തെങ്കിലും ഇലകൾ കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ കൂടുതലും കൊടുക്കുന്നത് സാൽവീനി ആയതുകൊണ്ട് അത് കുറച്ച് വലിയ സൈസായിട്ട് കൊടുക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പെല്ലറ്റ് കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇതേപോലെ 2 ചെറുതിനെ മുമ്പ് ഇട്ടിരുന്നു. അത് വലുതായി അത്യാവശ്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 ഇഞ്ചിനടുത്തൊക്കെ ആയിട്ടുണ്ട്. അവരെ നമ്മൾ ഈ ബക്കറ്റിൽ നിന്ന് മാറ്റി നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഈ 2 ചെറിയ ആൽബിനോ ജയന്റ് ഗൗരാമികളെ വാങ്ങിയിട്ട് ഈ ബക്കറ്റിലിട്ടത്. വലിയ സൈസ് രണ്ടും നമ്മുടെ താഴെയുള്ള ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്നുണ്ട്. ആ ഒരു ടാങ്കിൽ, അതായത് ആ ഒരു ഔട്ട്ഡോർ ടാങ്കിലുള്ള ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബ്ലാക്ക് ജയന്റ് ഗൗരാമികൾ കിടക്കുന്നുണ്ട്. കുറച്ച് വലിയ സൈസാണ്. അതായത് ഈ ആൽബിനോ ജയന്റ് ഗൗരാമികളെക്കാളും വലിയ സൈസാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 3 ബ്ലാക്ക് ജയന്റ് ഗൗരാമികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിനകത്ത് ടെറിട്ടോറിയലായ കാരണം നമ്മൾ പിന്നീടാണ് ഈ ആൽബിനോ ജയന്റ് ഗൗരാമികൾ അതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ അവർ ചെറിയ രീതിയിൽ, അതായത് ബ്ലാക്ക് ജയന്റ് ഗൗരാമികൾ ഈ ആൽബിനോകളെ കൊത്തി ഓടിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. വലിയ രീതിയിൽ ഞാൻ പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിന് കുറച്ച് സൈസ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചെറിയ ടാങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രശ്നമാണ്. ഇതേപോലെ ആൽബിനോകളെയും ബ്ലാക്കുകളെയൊക്കെ നമ്മൾ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെറിയ സ്പേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ കൊത്തുകൂടും. ശരിക്കും ആൽബിനോകളല്ല അറ്റാക്ക് ചെയ്യുന്നത് കൂടുതലും ബ്ലാക്കാണ്. ബ്ലാക്ക് വെറൈറ്റി എല്ലാ മീനുകളിലും കുറച്ച് അഗ്രസീവാണ്. അത് ഓസ്കാറിലാണെങ്കിലും ടൈഗർ ഓസ്കാറുകളാണ് കൂടുതൽ അഗ്രസീവായിട്ട് വരുന്നത് ആൽബിനോകളെക്കാളും. ആ ഒരു സെയിം ഇഷ്യൂ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പെല്ലറ്റ് ഫുഡൊക്കെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ആൽബിനോകളൊക്കെ വന്ന് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. ആ സമയത്ത് ബ്ലാക്കുകൾ വന്നാണ് ഇവരെ കൊത്തി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഔട്ട്ഡോർ ടാങ്കിൽ നല്ല രീതിയിൽ അവർക്ക് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഭാവിയിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് ആൽബിനോകളെ 2 പേരെയും ആ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ നിന്ന് പുതിയൊരു ടാങ്കിലേക്ക് മാറ്റണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ 2 ആൽബിനോ ജയന്റ് ഗൗരാമികൾ രണ്ടും ഒരെണ്ണം മെയിലും ഫീമെയിലും ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കാണിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണത്തിന് നല്ല ഹമ്പ് ഉണ്ട് നെറ്റിയിൽ. അപ്പോൾ ആ ഹമ്പ് ഉള്ളത് മെയിലാകാനാണ് സാധ്യത. രണ്ടാമത്തെ ഹമ്പ് കുറവായിരുന്നു. അപ്പോൾ അത് ഫീമെയിൽ ആകാനാണ് സാധ്യത. മാത്രമല്ല നമ്മൾ പെല്ലറ്റൊക്കെ ഫീഡ് ചെയ്യുന്ന സമയത്ത് അവർ ഒരുമിച്ചാണ് നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് പെയറാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെ പുതിയൊരു ടാങ്കിലേക്ക് മാറ്റണം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ പുതിയ ടാങ്കിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കിടക്കുന്ന 2 ചെറുത് അത്യാവശ്യം സൈസ് ആവാൻ സാധ്യതയുണ്ട്. ഈ ഒരു ബക്കറ്റിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇവരെ ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് വരെയൊക്കെ ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ പിന്നെ വലിയ ടാങ്കുകളിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെ ബാധിക്കും. ഈ ഒരു ചെറിയ ബക്കറ്റിൽ തന്നെ, ചെറിയ ബക്കറ്റല്ല, ഇത് 50 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. ചെറിയ മീനുകളൊക്കെ, ചെറിയ ജയന്റ് ഗൗരാമികളൊക്കെ നമുക്ക് ഈസി ആയിട്ട് വളർത്താം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 ഇഞ്ച് സൈസ് വരെയൊക്കെ ഈസി ആയിട്ട് വളർത്താം. വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നത് വലിയ ടാങ്കുകളിലിട്ട് വളർത്തുമ്പോൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ സ്ഥലത്തിന് പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. കുറച്ച് സൈസ് ആയതിനു ശേഷം നമുക്ക് വലിയ ടാങ്കിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പുറത്തെ ബ്ലാക്ക് ജയന്റ് ഗൗരാമികളെയും കൂടി ഒന്ന് കാണിക്കാം. ഞാൻ എന്തായാലും അവർക്കും കൂടി ഫീഡ് ചെയ്യുന്നുണ്ട്. അവരെ കാണാനായിട്ട് പറ്റില്ല. കാരണം ഇവരുടെ വെള്ളം നല്ല രീതിയിൽ ആൽഗെ അടിച്ചിട്ടുണ്ട്. ആൽബിനോകളുടെ വാട്ടർ ചേഞ്ച് ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അവരുടെ വെള്ളം കുറച്ച് ക്ലിയർ ആയിരുന്നു. മാത്രമല്ല അവർ വൈറ്റ് കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. പക്ഷേ ഇതിനകത്ത് വാട്ടർ ചേഞ്ച് ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ തിക്ക് ഗ്രീൻ കളറിൽ ആയിട്ടിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ പെല്ലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ അവർ ക്ലിയർ ആയിട്ട് കണ്ടില്ല. അവർ എടുക്കുന്നുണ്ട് പെല്ലറ്റ്, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഈ ഒരു കളർ പച്ചയായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇവരുടെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ നമ്മൾ ഇവരുടെയും വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ 3 പേരെയും ഒരുമിച്ച് കാണിക്കാം ആ ഒരു വീഡിയോയിൽ. വെള്ളം ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് കിടക്കുന്ന ബ്ലാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെ ആയിട്ടുണ്ട്. 6 ഇഞ്ച് തീർച്ചയായിട്ടും ആയിട്ടുണ്ട്. കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് ഇവരുടെ ബോഡി കാണാൻ പറ്റില്ല. കാരണം ഇവരുടെ വായ്ഭാഗം മാത്രമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. വാട്ടർ ചേഞ്ചിൻ്റെ സമയത്താണ് ക്ലിയർ ആയിട്ട് നമുക്ക് ഇവരുടെ സൈസ് എത്രയെന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇതിനകത്ത് കിടക്കുന്ന 3 എണ്ണം അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള ബ്ലാക്ക് ജയന്റ് ഗൗരാമികളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തപ്പോൾ ഇവരുടെ ബോഡി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. ഇനി ഇപ്രാവശ്യം വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ ബോഡിയൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ 1-2 പേര് നമ്മളോട് ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാനായിട്ട് സബ്മേഴ്സിബിൾ പമ്പുകളുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് ചോദിച്ചിരുന്നു.
നമ്മൾ റിവ്യൂ ചെയ്ത സബ്മേഴ്സിബിൾ പമ്പുകളുടെ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 18 വാട്ട് അതുപോലെ തന്നെ 40 വാട്ട് സബ്മേഴ്സിബിൾ പമ്പുകളുടെ റിവ്യൂ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ലവ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളത്. ഈ പമ്പുകളുടെ എല്ലാം ആമസോൺ ലിങ്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.